നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ മൺസൂൺ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. മഴക്കാലത്ത് കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനത്ത് പോകാൻ ഒരുപാട് കിഡിലൻ ട്രെയിൻ റൂട്ടുകളുണ്ട്. അതൊക്കെ വഴി തന്നെയാണ് നമ്മൾ ഇത്തവണ യാത്ര പോകുന്നത്. ഞങ്ങൾ ഇന്ന് നേരെ പോകുന്നത് ഗോവയിലേക്കാണ്. കൊങ്കൺ വഴി പോയിട്ട് ഒരുപാട് നാളായി. ഞങ്ങളിപ്പോൾ ഉള്ളത് വീട്ടിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ബസ് കയറി ആദ്യം നീലേശ്വരം പോകും. നീലേശ്വരത്ത് നിന്ന് ട്രെയിൻ കയറി മംഗലാപുരം പോകും. മംഗലാപുരത്ത് നിന്നാണ് നമുക്ക് ഗോവയിലേക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം നമ്മളിതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പൊ 8:30. എങ്ങനെ ഉണ്ടായിരുന്നു രാവിലെയുള്ള മഴയത്തുള്ള ഒരു ബസ് യാത്ര? ബസ്സിലാണെങ്കിലോ നല്ല തിരക്കാണ്. KSRTC ആണേ. കൂടാതെ തന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഷട്ടറെല്ലാം അടച്ചിടുമല്ലോ. ഞങ്ങൾ ഏറ്റവും പിറകിലായിരുന്നു. ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. നമ്മൾ അവിടെ തന്നെ പുറപ്പെടുന്ന വണ്ടിയായോണ്ട് ഭയങ്കര ആശ്വാസമെന്ന് പറയാം. എനിക്കിങ്ങനെ എന്താ പറയാ, ഒരു ഛർദി ഫീലിംഗ് വരുന്നു. അത് രാവിലെ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പോകുന്ന ട്രെയിനിന്റെ കാര്യം പറയണ്ടേ. തിരുവനന്തപുരത്ത് ഇന്നലെ പുറപ്പെട്ട വണ്ടിയാണ്. മംഗളൂരിലേക്ക് സെൻട്രലിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. അപ്പൊ ഞങ്ങൾ വീടിന്റെ തുടക്ക ഭാഗത്ത് പറഞ്ഞു മംഗലാപുരം പോയ ശേഷം വേറൊരു വണ്ടിന്ന്. അത് വണ്ടി വേറെയാണ്, കാരണം വണ്ടി നമ്മൾ പോകുന്നത് മത്സ്യഗന്ധക്കാണ്. പക്ഷെ ഈ പോകുന്ന വണ്ടി തന്നെയാണ് മംഗലാപുരത്ത് എത്തിയിട്ട് മത്സ്യഗന്ധമായിട്ട് പോകുന്നത്. മഴ ഇപ്പം മാറി, പക്ഷെ ഇതാ വീണ്ടും നല്ല തോതിൽ തന്നെ പിടിച്ചു വരുന്നുണ്ട്. മംഗളൂരു, തിരുവനന്തപുരം, ഏറനാട് എക്സ്പ്രസ് ആണിത്. ഇതില് കൂടുതലും പരസ്യം തന്നെയാണ്. അങ്ങനെ വീണ്ടും മഴ തുടങ്ങി. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇല്ലേ, അതിന്ന് 3 മണിക്കൂറാണ് ഡിലേ. ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ടാണ് വരിക. ഈ മഴ കുറച്ച് കുറഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ണൂർ മംഗളൂരു പാസഞ്ചർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അത് ചെറുത്തൂർ എത്തിയതേ ഉള്ളൂ. ഇവിടെ ട്രാക്കിലേക്ക് മരം വീണിട്ടുണ്ട്. അത് അവിടുന്ന് മുറിച്ച് മാറ്റുന്നൊരു പരിപാടിയാണ്. അത് മാറ്റി ക്ലിയർ ആയാൽ മാത്രമേ പാസഞ്ചർ വരുള്ളൂ. ട്രാക്കിൽ നിന്ന് മരമൊക്കെ ക്ലിയർ ആക്കി കേട്ടാ. അപ്പോൾ ആ ഒരു വണ്ടി ഇവിടെ എത്തി. കണ്ണൂർ മംഗളൂരു പാസഞ്ചർ ഇതാ കടന്നു വരികയാണ്. ഇതിന്ന് 35 മിനിറ്റോളം ഡിലേ ആയി. വണ്ടി ചെറുത്തൂരിൽ തന്നെ ഉണ്ടായിരുന്നു. ട്രെയിൻ നമ്പർ 163-47 തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോമിൽ വന്നു. S2 ആണ് നമ്മുടെ കോച്ച്. അങ്ങനെ നീലേശ്വരത്ത് ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പുള്ളത് കാഞ്ഞങ്ങാടാണ്. സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് രാജാസ് സ്കൂളുള്ളത്. (9:45) ട്രെയിൻ ഇപ്പോൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ഇതാ വരികയാണ്. ഇവിടെ 6:55 ഈ വണ്ടി എത്തേണ്ടത്. 3 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെയാണ് വണ്ടി ഡിലേ. മുന്നിൽ കൃഷിപ്പാടാണേ, അതിൻ്റെ പുറകിലായി കടലാണ്. നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന്. ട്രെയിൻ ഇപ്പോൾ ബേക്കൽ ഫോർട്ട് സ്റ്റേഷനിലേക്കാണ് എത്തുന്നത്. ഇത്ര അടുത്താണ് ഇവിടെ കടൽ. തിരുവനന്തപുരം ഭാഗത്തുനിന്ന് ബേക്കൽ കോട്ട ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രെയിൻ തന്നെയാണിത്. മലബാർ എക്സ്പ്രസിനും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. ചെറിയൊരു സ്റ്റേഷനാണിത്. ബേക്കൽ ഫോർട്ട് സ്റ്റേഷനിൽ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ നിന്ന് ബേക്കൽ കോട്ടയിലേക്ക് കറക്റ്റ് 1.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കറണ്ട് ബുക്കിംഗ് വഴിയാണ്. നീലേശ്വരത്ത് നിന്ന് മംഗളൂരിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. ട്രെയിൻ ഇപ്പോൾ കോട്ടിക്കുളം സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഈ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റേഷൻ്റെ നടുഭാഗം വഴിയാണ് ലെവൽ ക്രോസിങ്. ഇതാണ് ലെവൽ ക്രോസിങ്. കറക്റ്റ് ആ ഒരു നടുഭാഗത്ത് തന്നെയാണിത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പുഴ ചന്ദ്രഗിരി. ഇവിടുന്ന് നേരെ മുന്നിലേക്ക് നോക്കിയാൽ കടൽ കാണാം. (10:13) ട്രെയിൻ ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 2 മണിക്കൂർ വൈകി കേസറ ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ്. ഈ വണ്ടി കണ്ണൂർ എത്തുമ്പോഴത്തേക്കും ആ ഒരു ഡിലേ ഒക്കെ ക്ലിയർ ആവും. സ്ലാക്ക് ടൈമൊക്കെ ഉണ്ട് അവിടെ. കേരളത്തിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ കുമ്പള. ഇവിടെ 1 മിനിറ്റാണ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടായത്. ഇനിയിപ്പോൾ അടുത്തത് മംഗളൂരു തന്നെയാണ്. ഈ ട്രെയിനിനിപ്പോൾ മംഗളൂരു എത്തിയതിന് ശേഷം മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. മത്സ്യഗന്ധ എക്സ്പ്രസ് മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെടുക ഉച്ചയ്ക്ക് 12:45.
ഇതവിടെ എത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെയാണ് ആ മത്സ്യഗന്ധ എക്സ്പ്രസിന്റെ ബോർഡൊക്കെ മാറ്റി വെക്കുക. അതൊക്കെ നമുക്ക് എന്തായാലും കാണാം. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അവസാന റെയിൽവേ സ്റ്റേഷനായ മഞ്ചേശ്വരം, കണ്ണൂർ ബാംഗ്ലൂർ പാസഞ്ചറും മുന്നിലുള്ളത് കൊണ്ട് ഇവിടെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇവിടെ നിർത്താനുള്ളൊരു സാധ്യത കാണുന്നു. നേത്രാവതി റിവർ. മംഗലാപുരം സൈഡിലേക്ക് നല്ല വെയിലാണ്. കലക്ക് വെള്ളമാണ്. ശരിക്കും ഈ ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ വലിയ വലിയ പാലങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ പേടിയാ. ശരിക്കും വെള്ളം കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. നമ്മളെ ട്രെയിനിൽ ഗോദാവരിയും ഗംഗാ നദിയൊക്കെ ഇതുപോലെ ട്രെയിനിൽ പോകുമ്പോൾ പേടിയാവും, പ്രത്യേകിച്ച് മഴക്കാലത്ത്. കാസർഗോഡ് ഭാഗത്തുനിന്ന് മംഗളൂരു സെൻട്രൽ ടച്ച് ചെയ്യാതെ മംഗളൂരു ജംഗ്ഷൻ ഉടുപ്പി ഭാഗത്തേക്കുള്ള ലൈനാണിത്. നമ്മൾ നേരെ മംഗളൂരു സെൻട്രൽ ലൈനിലേക്ക് കയറി. മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ ജംഗ്ഷൻ ഇന്റർസിറ്റി. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെട്ടത്. നമ്മുടെ വണ്ടി 2ലേക്കാണ് പോവുക. മഴ പെയ്ത് തുടങ്ങി. നീലേശ്വരത്ത് നിന്നും 78 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കർണാടകയിലെ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 11:24. തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസിൽ നിന്നും മംഗളൂരു ലോകമാന്യത്തിലേക്ക് മത്സ്യഗന്ധ എക്സ്പ്രസ് ആയി മാറുന്ന ഒരു കാഴ്ച. 163, 47 നിന്നും 126, 20ലേക്ക് ഇങ്ങനെയാണ് ബോർഡ് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബോർഡിൽ മംഗളൂരു ലോകമാന്യത്തിലേക്ക് ഇതെല്ലാ കോച്ചിലേക്കും അങ്ങനെ പോവുകയാണ്. ട്രെയിനിലിപ്പോൾ ക്ലീനിങ് ആണ്. ഒരു അരമണിക്കൂർ കഴിയാതെ അകത്തേക്ക് കയറാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ ഏത് യാത്രയായാലും യാത്രയുടെ ആദ്യത്തെ ദിവസം വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കൊണ്ടുവരാറാണ് പതിവ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അമ്മ വെളുപ്പിന് രാവിലെ 4 മണിക്കൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നത്. ഉച്ചക്കത്തെ ഭക്ഷണമുണ്ട്, രാത്രിക്കത്തെ ഭക്ഷണമുണ്ട്. മത്സ്യഗന്ധ എക്സ്പ്രസിന്റെ ലോക്കോമോട്ടീവ് അറക്കോണത്തിന്റെ WP4 ആണ്. മുംബൈ വരെ ഇത് തന്നെയാണ്. ഈ മുന്നിലായിട്ട് തന്നെ മത്സ്യഗന്ധ എക്സ്പ്രസ് എന്നുള്ള ഒരു ബോർഡൊക്കെ കാണാം. ഇംഗ്ലീഷും കന്നഡയും ഹിന്ദിയുമാണ് ഉള്ളത് ഇവിടെ. മത്സ്യഗന്ധ എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ 4 അണ്ടർസേർഡ് ആകെയുള്ളത്. 2 മുന്നിലും 2 പുറകിലും. 8 സ്ലീപ്പർ ക്ലാസ്, 2 തേർഡ് AC എക്കണോമി, 4 തേർഡ് AC, 2 സെക്കൻഡ് AC അങ്ങനെയാണ്. തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസിനാണെങ്കിൽ ഒരു ലേഡീസ് കോച്ച് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കോച്ചിന്റെ ഭാഗത്തേക്ക് തന്നെ പോവാം. ಸ್ಲೀಪರಲ್ಲಿ S5 ആണ് നമ്മുടേದು. ಪ್ರಯಾಣಿಕರೇ ದಯವಿಟ್ಟು ಗಮನಿಸಿ, ರೈಲು ಗಾಡಿ ಸಂಖ್ಯೆ 126220 ಮಂಗಳೂರು ಸೆಂಟ್ರಲ್ ಮುಂಬೈ ಲೋಕಮಾನ್ಯ ತಿಲಕ್ ಟರ್ಮಿನಸ್ ಮತ್ಸ್ಯಗಂಧ ಸೂಪರ್ಫಾಸ್ಟ್ ಎಕ್ಸ್ಪ್ರೆಸ್ 2ರಲ್ಲಿ ನಿಂತಿದೆ. 12:10 ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ഡോറൊക്കെ ഓപ്പൺ ആയി. ഇപ്പോൾ S5 ഇവിടെ ഹിന്ദിയിലാണ് എഴുതിയിട്ടുള്ളത്. 2020 നിർമ്മിച്ച കോച്ചാണിത്. ഞങ്ങളുടേത് സൈഡ് ലോവറും സൈഡ് അപ്പറുമാണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 ആഴ്ച മുന്നെയാണ്. സൈഡ് ലോവർ സൈഡ് അപ്പർ പ്രിഫറൻസ് കൊടുത്ത് തന്നെ എടുത്തു. മംഗളൂരിൽ നിന്ന് മഡ്ഗാവ് വരെ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 310 രൂപയാണ്. കേരളത്തിൽ നിന്നും മൂകാംബിക, മുരുടേശ്വരം, ഗോവ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണിത്. അതിന്റെ ഒരു കണക്ഷൻ പറയുകയാണെന്നുണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ രാത്രി 8:50 163:47 മംഗളൂരു വണ്ടി പുറപ്പെട്ടത്. നമ്മൾ അതിലാണല്ലോ നീലേശ്വരത്ത് ഇവിടം വരെ വന്നത്. അപ്പൊ അതിൽ കയറുകയാണെങ്കിൽ ഇവിടെ എത്തിയിട്ട് അധികം നേരം നമുക്ക് ചെലവഴിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ ഇതിന്റെ ചെറിയൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ മൺസൂൺ സമയമാണ്. അതായത് ഈ ജൂൺ 15 മുതൽ ഒക്ടോബർ 20 വരെ ഇതിന്റെ സമയം വേറെയാണ്. അതായത് 12:45 ഇവിടുന്ന് പുറപ്പെടുന്നത്. അല്ലാത്ത സമയങ്ങളിൽ മത്സ്യഗന്ധ ഇവിടുന്ന് പുറപ്പെടുന്നത് 2:20 ആ സമയത്തൊക്കെ ആണെങ്കിൽ വരുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് നോട്ട് ചെയ്താൽ മതി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണക്ഷൻ തന്നെയാണ്.
ഇവിടെ ഒരു ട്രെയിനെ കാണാം. മംഗളൂരു സെൻട്രലിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന വീക്ക്ലി എക്സ്പ്രസ്. എല്ലാ ശനിയാഴ്ചയും രാത്രി 7:30 ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇതിപ്പോൾ വീക്ക്ലി ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ വേണമായിരുന്നു. അതായത് ഒരു ബൈ വീക്ക്ലി വണ്ടിയായിട്ട് സുഖമായിട്ട് ഓടിക്കായിരുന്നു. ഇതിപ്പോൾ ഇവിടെ തിങ്കളാഴ്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച വരെ വെറുതെ കിടക്കുന്നൊരു വണ്ടിയാണല്ലോ. നല്ലൊരു സർവീസാണ് കേട്ടോ ഇത്. മംഗളൂരു സെൻട്രലിൽ നിന്ന് ഇതാ 12:45 തന്നെ മത്സ്യഗന്ധ എക്സ്പ്രസ് എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് സൂറത്കൽ. മംഗളൂരു സെൻട്രലൊക്കെ പാലക്കാട് ഡിവിഷൻ്റെ കീഴിലാണ്. നമ്മൾ എത്രയോ പുറകിലാണ്. മുൻഭാഗത്ത് AC ആണ്. ട്രെയിൻ ഇപ്പോൾ മംഗളൂരു ജംഗ്ഷൻ പിന്നിടുകയാണ്. മംഗളൂരു ജംഗ്ഷനിൽ ഈ വണ്ടിക്കും അതുപോലെ വന്ദേ ഭാരതിനൊക്കെയാണ് സ്റ്റോപ്പ് ഇല്ലാത്തത്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. മംഗളൂരു ജംഗ്ഷനും സദേൺ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷൻ്റെ കീഴിലുള്ള സ്റ്റേഷനാണ്. ഒരു മണിയായിപ്പോൾ. കൊങ്കൺ റെയിൽവേ ശരിക്കും പറഞ്ഞാൽ തൊക്കൂര് മുതൽ റോഹ വരെയാണ്. ഇനിയിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടണലുണ്ട്, കുലശേഖര ടണൽ. അതും പാലക്കാട് ഡിവിഷൻ തന്നെയാണ്. ജോക്കട്ടെ സ്റ്റേഷനാണ്. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ്. ഈ ഭാഗത്ത് ഡബിൾ ലൈനാണ്. ഇനി കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ ഡബിൾ ലൈൻ ഇല്ല. ട്രെയിൻ ഇപ്പോൾ തൊക്കൂരെത്തിയേ. ഇവിടെ മുതലാണ് ഇനിയിപ്പോൾ കൊങ്കൺ റെയിൽവേ ആരംഭിക്കുന്നത്. ഇവിടെ നിർത്താൻ കാരണം ഒരു ക്രോസിംഗ് ആണ്. പൂനെ ജംഗ്ഷനിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ്. ഇതൊരു ബൈ വീക്ക്ലി വണ്ടിയാണ്. ആ ട്രെയിൻ ഇപ്പോൾ ഇവിടത്തേക്ക് ഇനി ഒരു 2 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഇതാ കടന്നു വരികയാണ്. ഈ ട്രെയിനിൻ്റെ തൊട്ട് പുറകെ തന്നെ രാജധാനിയുണ്ട്. WP7 ആണ് ലോക്കോ. ലല്ലാഗുഡ. ഈ ട്രെയിൻ തന്നെയാണ് എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ് ആയിട്ടുള്ള റൈഡ് ഷെയറിങ്. അതുപോലെ തന്നെ പൂനെയിൽ നിന്ന് ദർഭംഗയിലേക്കുള്ള എക്സ്പ്രസ്സും. ദർഭംഗ ബീഹാറിലേക്കൊരു സ്ഥലമാണ്. ട്രെയിനിൽ ലോറി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് റോറോ. ഈ വണ്ടിയുള്ളത് കാണുന്നതിന് കാണാൻ പറ്റില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുവാണേ. ചോറാണേ, പിന്നെ ചിക്കൻ കറി ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ സാമ്പാറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും സൂറത്കലിന് ഇതുവരെയായിട്ടും വണ്ടി എടുത്തിട്ടില്ല. ഇനി ഇതിലൂടെ ഒരു ട്രാക്ക് ഉണ്ട്. അതിലൂടെ ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി കടന്നു പോകും. രാജധാനിൻ്റെ നല്ലൊരു ക്രോസിങ് കിട്ടുന്ന വിചാരിച്ചത്. ആകെ ഇത്രയേ ഉള്ളൂ.
ഈ ഒരു ട്രെയിൻ എവിടെ ഇല്ലേ കണ്ടല്ലോ, സുഖമായിട്ട് കാണാമായിരുന്നത്. 2:07 ട്രെയിൻ കൊഴിമുഴുക്കി സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടുന്നൊക്കെ അണ്ടർസേവിലൊക്കെ കയറാൻ തിരക്കൊക്കെ ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഉടുപ്പി എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കാണ് ഈ ട്രെയിനിൽ. കൂടുതലും അൺറിസർവ്ഡ് തന്നെയാണ്. ഉടുപ്പിന്ന് ഇപ്പോഴേ വണ്ടി എടുക്കില്ല, ഒരു വണ്ടി വരാനുണ്ട്. മുംബൈ CSMTന്ന് മംഗളൂരു ജംഗ്ഷനിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റ്. കൊങ്കൺ റെയിൽവേ വഴി നല്ല മഴയൊക്കെ ആസ്വദിച്ച് പോകാമെന്ന് കരുതി വന്നതാണ്. ഇവിടെ എത്തുമ്പോൾ മഴയുമില്ല, ഒന്നുമില്ല. എന്തായാലും ചെറിയൊരു പ്രതീക്ഷയുണ്ട്. മഴക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് പെയ്യുന്നില്ല. മുംബൈ CSMT മംഗളൂരു ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ്. ഈ ട്രെയിനെ റെയിൽ ഫാൻസിൻ്റെ ഇടയിൽ വിളിക്കുന്നൊരു പേരുണ്ട്, റോക്കറ്റ്. കാരണം ഇത് നല്ല വേഗത്തിൽ പോകുന്നൊരു വണ്ടിയാണ് കേട്ടോ. ഞങ്ങളിതിൽ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ലൊരു സർവീസാണ്. ഞങ്ങളൊരു തവണ മൂകാംബികയിലേക്ക് പോകാനായിട്ട് മംഗളൂരിൽ നിന്ന് ബൈന്ദൂരിലേക്ക് ഈ വണ്ടിയിലാണ് പോയത്. പിന്നെ ആദ്യമായിട്ട് ഞങ്ങൾ മുംബൈയിലേക്ക് പോയത് ഈ വണ്ടിയിലാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഈ ട്രെയിനായിട്ട്. ഇനി അടുത്തായിട്ട് തന്നെ മുംബൈയിൽ നിന്ന് മംഗളൂരിലേക്കും ഞങ്ങൾ ഈ ട്രെയിനിൽ വന്നിട്ടുണ്ട്, സ്ലീപ്പർ ക്ലാസ്സിൽ. മൂന്ന് 17 ട്രെയിൻ ഇത് കുന്താപുര സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് ഒരു ക്രോസിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. കുന്താപുര കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് ബൈന്ദൂരാണ്. ഒരുപാട് മലയാളീസൊക്കെ ഈ ട്രെയിനിലുണ്ട് മൂകാംബികയിലേക്ക് പോകാനായിട്ട്. ഇനി ഇവിടുന്ന് കാണുന്ന ട്രെയിൻ മുരുടേശ്വർ SMVT ബംഗളൂരു എക്സ്പ്രസ് ആണ്. ആ ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ അതിന് മംഗളൂരു സെൻട്രൽ എത്തിയിട്ട് ലോക്കോ റിവേഴ്സലൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് സുബ്രഹ്മണ്യ സകലേഷ്പൂര് വഴി ആ ട്രെയിൻ പോവുക. മുരുടേശ്വർ SMVT ബംഗളൂരു. ഈ ട്രെയിനിൻ്റെ റേക്ക് ഷെയറിംഗ് തന്നെയാണ് KSR ബംഗളൂരു കോഴിക്കോട്. ഡ്രസ്സുകളൊന്നും ആരുമില്ല. തിരക്ക് വരണമെങ്കിൽ ഉടുപ്പി എത്തണം. ഉടുപ്പി മംഗലാപുരം നെൽപ്പാടാണ്. അതിൻ്റെ ഭാഗത്ത് തന്നെ വീടുകളും കാണാം. ഇതേ നല്ല ഭംഗിയല്ലേ കാണാൻ. എനിക്ക് തോന്നുന്നു ബൈന്ദൂരിന് ശേഷമായിരിക്കും നമുക്ക് നല്ല മഴ കിട്ടുക. ശക്തമായ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടേക്ക് എന്തായാലും നല്ല തോതിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ. ശരി, ഈ ഒരു കൃഷിപ്പാടം കാണാൻ തന്നെയാണ് നല്ല ഭംഗി. അതിന് ഈ ഒരു മൺസൂൺ തന്നെ ആവണം ഈ ഒരു പച്ചപ്പ് ഇത്രയും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ. ഏപ്രിൽ മെയ് മാസത്തൊക്കെ വരണ്ട് കിടക്കുന്നൊരു പ്രദേശമാണ് ഇതൊക്കെ. ഇവിടെ തന്നെ പണിക്കാരൊക്കെ ഉണ്ട് അവിടെ തന്നെ വയലിൻ്റെ ഓരോരോ ഭാഗത്തായിട്ട്. പിന്നെ അങ്ങ് ദൂരെയായിട്ട് പനയൊക്കെ കാണാം. ഇത് ഒരുപാട് ഭാഗത്തുണ്ട്. ഇത് പഞ്ചഗംഗാവലി റിവർ. എൻ്റെ അമ്മോ, വലിയൊരു നദി തന്നെയാണ്. അങ്ങ് അവിടെ പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് രണ്ട് ഭാഗത്തായിട്ടാണ്. ഒന്നും കൂടെ വരും. ഇതൊരു ചെറിയൊരു
ദ്വീപ് പോലെയുള്ളൊരു ഭാഗം. ദേ. ബൈന്ദൂരിലേക്ക് എത്തുന്നതിന് മുന്നേ ഇതാ ശക്തമായ മഴ. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാഴ്ച വന്നെത്തി. കൊങ്കണിലൂടെ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് തന്നെയാണ്. ഇനി ഒരു ഫോൺ കുറച്ച് പുറത്തേക്ക് ഇടുകയാണേ. മുഴുവനും ഇതാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മൂന്ന് 54 ട്രെയിൻ ഇപ്പോൾ ബൈന്ദൂരിലെത്തി. മൂകാംബിക റോഡ്, ബൈന്ദൂർ. ഇവിടെ ആകെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. നല്ല വീതിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. മൂകാംബികയിലേക്ക് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. ഒരു ലൈൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് ഈ സ്റ്റേഷനിൽ ക്രോസിംഗ് ഉണ്ടാവില്ല. സ്റ്റേഷൻ്റെ ഈ ഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഈ സ്റ്റേഷനിൽ നിന്ന് കൊല്ലൂരിലേക്ക് കറക്റ്റ് 30 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് തന്നെ ടാക്സിയും ഓട്ടോ ഒക്കെ കിട്ടും. ഇനി അതല്ല, ബസ്സിൽ പോകാനാണെങ്കിൽ സ്റ്റേഷനിൽ 1 കിലോമീറ്റർ നടന്നാൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്താനായി സാധിക്കും. ബസ്സും അവൈലബിൾ ആണ്. ഇവിടെ സ്റ്റേഷനിൽ തന്നെ AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് തന്നെ. പിന്നെ ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു ടണലാണുള്ളത്. ഞങ്ങളെന്തായാലും ഒരു തവണ കൂടെ ട്രെയിൻ കയറി മൂകാംബികയിലേക്ക് പോകുന്നുണ്ട്. നാല് 24 ട്രെയിൻ ഇപ്പോൾ ബത്കലിലെത്തി. ഇതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തു. സ്റ്റേഷനൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമൊക്കെ ഇതാണ് പുറത്തേക്കുള്ള വഴി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് മുരുടേശ്വർ. അങ്ങ് ദൂരെയായി മുരുടേശ്വരം ക്ഷേത്രവും ശിവപ്രതിമയും കാണാം. ആ ഭാഗത്ത് തന്നെയാണ് കടലും. ട്രെയിനിൽ പോകുമ്പോൾ തന്നെയാണ് ഇത്രയും നല്ല ഒരു വ്യൂ. ഇതിൻ്റെ മുൻഭാഗം വഴി തന്നെയാണ് റോഡും. 4:40 ട്രെയിൻ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് 2.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഓട്ടോയും കിട്ടും. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബസ്സും കിട്ടും. അങ്ങനെ മുരുടേശ്വരത്ത് നിന്ന് ട്രെയിൻ എടുത്തു. ഈ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ കാണുന്നൊരു കാഴ്ചയാണ്. മുഴുവനും മലനിരയാണ് ആ മുൻഭാഗത്ത്. മലയുടെ ആ ഒരു മുകൾ ഭാഗത്ത് കോടയാണ്. ഇവിടെ മഴ പെയ്ത് പോയതേ ഉള്ളൂ. ശരാവതി. ഈ ഹൊന്നാവാറിൻ്റെ ഈ ഭാഗമില്ലേ, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ആലപ്പുഴ പോലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ആ ഭാഗത്ത് തുരുത്താണ്. ബോട്ടിങ്ങൊക്കെ ഇതിലൂടെയാണ്. ഇതൊരു ഭാഗം കൂടി ഉണ്ട്. ഹൊന്നാവർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ ഒരു വലിയ പാലം.
ഇനിയിപ്പോൾ ഈ ഒരു ദ്വീപ് പോലെയുള്ള ഒരു ഭാഗത്തെത്തി. ഇനി വീണ്ടും ഉണ്ട്. അവിടെ നിന്നാണ് ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോവുക. ഇനിയിപ്പോൾ നേരെ എത്തുന്നത് ഒരു ടണലിലേക്കാണ്. നമ്മൾ കണ്ട ശരാവതി ബ്രിഡ്ജില്ലേ, അതാണ് കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളമേറിയ പാലം. 2.6 കിലോമീറ്റർ ആണ് അതിന്റെ ആകെ നീളം. അതുപോലെ തന്നെ ട്രെയിൻ ഇപ്പോൾ ഹൊന്നാവാർ റെയിൽവേ സ്റ്റേഷൻ എത്തിയല്ലോ. നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മുടെ തലുകുപ്പിലെ ഷിമോഗന്റെ അടുത്തുള്ള ജോഗ് ഫാൾസ് ഒക്കെ ഒരു ഭാഗം, അവിടേക്ക് പോകാൻ ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഹൊന്നാവാർന്ന് ഈ തലുകുപ്പ ഭാഗം ശരിക്കും പറഞ്ഞാല് അടുത്താണ്. ജോഗ് ഫാൾസിലേക്ക് ഇവിടുന്ന് 65 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയ സമയത്ത് 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ KSRTC ബസ്സുകൾ ഒരുപാടുണ്ട്. എല്ലാം വരുന്നത് കുംട്ട ഭാഗത്താണ്. കുംട്ടാന്ന് എനിക്ക് തോന്നുന്നു നേരെ ഈ ഹൊന്നാവാർ വന്നിട്ടായിരിക്കാം സാഗര ഭാഗത്തേക്ക് പോകുന്നത്. ഇതാണ് ഹൊന്നാവാർ റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു സ്റ്റേഷനാണ്. ഒരു വണ്ടി വരാനുണ്ട്, മഡ്ഗാവ് മംഗളൂരു പാസഞ്ചർ. അതിനെ കുംട്ടയിൽ പിടിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും അതിനെ അവിടുന്ന് കാണാം. ട്രെയിനിപ്പോൾ കുംട്ടയിലെത്തി. ഇവിടെ ഉണ്ടാവണം മംഗളൂരു പാസഞ്ചർ. അതവിടെ ഉണ്ട്. 5:22 കുംട്ട. ഈ ട്രെയിനിൽ നിന്ന് 1 മണിക്കൂറിൻ്റെ അടുത്ത് ഡിലേ ആണ്. WP4 ആണ് ലോക്കോമോട്ടീവ്. മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ്. മൂന്ന് മണിക്കൂറാണ് ഈ വണ്ടി ഡിലേ. ട്രെയിൻ ഇപ്പോൾ ഗോകർണ റോഡ് സ്റ്റേഷനിലെത്തി. ഇവിടെ ആകെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഈ ഭാഗത്ത് പ്ലാറ്റ്ഫോം ഒന്നും തന്നെ ഇല്ല. 2 ട്രാക്കുകളുണ്ട്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ ഒരു നദി വരാനുണ്ട്. അതിന്റെ പേര് വരുന്നത് ഗംഗാവരി എന്നാണ്. 2 വർഷം മുന്നേ കോഴിക്കോടിലെ ഒരു അർജുൻ എന്ന് പറഞ്ഞൊരു ചേട്ടനില്ലേ, ആ ചേട്ടൻ ഈ വണ്ടി ലോറി പാർക്ക് ചെയ്ത സമയത്ത് മണ്ണിടിഞ്ഞ് വീണിട്ട് നേരെ ഒരു അപകടം ഉണ്ടായത് എല്ലാവരും നമ്മളെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടാണല്ലോ. അത്യാവശ്യം വലിയൊരു നദിയാണ് കേട്ടോ അത്. ഈ സ്ഥലത്തിന്റെ പേര് ഷിരൂർ എന്നാണ്. ഇതാണ് നദി. നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇതിന്റെ തൊട്ടടുത്തൂടെ തന്നെയാണ് റോഡും കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് കൂടുതലും തെങ്ങുകളാണ്. ചെറിയ തോണികളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നല്ല മഴ തുടങ്ങി. ട്രെയിൻ ഇപ്പോൾ ഹാർവാഡ എന്നൊരു സ്റ്റേഷനിലെത്തി. ഇവിടെ നിലവിൽ ട്രെയിൻ സ്റ്റോപ്പൊന്നുമില്ല. ഇവിടെ നിർത്തിയത് ഒരു ക്രോസിങ്ങിനാണ്. കാർവാറിൽ നിന്നും KSR ബംഗളൂരിലേക്ക് പോകുന്ന പഞ്ചഗംഗ എക്സ്പ്രസ് ആണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോവുക. ട്രെയിൻ നിർത്തിയൊരു സ്ഥലം കണ്ടോ? ഈ മുൻഭാഗത്ത് വലിയൊരു മലനിരയാണേ. അതിൻ്റെ ഇടയിലിതാ ഒരു വെള്ളച്ചാട്ടം, വാട്ടർഫാള്. നല്ലൊരു കാഴ്ച. ഈ ഭാഗം ശരിക്കും പറഞ്ഞാൽ അത്രയും മനോഹരമാണ്. ട്രെയിനിൻ്റെ ഹോണടി കേട്ട് വണ്ടി ഇപ്പം എത്തും. ഇവിടെ ഒരു കിട്ടിലൻ സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു ഹാർവാഡ. നിങ്ങൾ ഇതുവഴി വരുവാണെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടം ഇവിടെ നോട്ട് ചെയ്തോ. കാരണം അത്ര അടുത്തായിട്ടാണ് നമുക്കിത് കാണാനേ സാധിക്കുക. പിന്നെ ഇതിലൂടെ തന്നെയാണ് റോഡും.
ട്രെയിൻ വളഞ്ഞു വരുന്ന ഒരു കാഴ്ചയിൽ കാണാം. പഞ്ചഗംഗ എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഈ ചെറിയൊരു മഴയുള്ള സമയത്ത് ആ ഡീസൽ ലോക്കോ എൻ്റെ പൊന്നോ, എന്താ ഒരു ഫ്രെയിം നോക്കി. നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിനോടൊക്കെ വിട പറയുകയാണ്. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് കാർവാറാണ്. കർണാടകയിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ കാർവാർ 6:33. കാർവാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് മഡ്ഗാവ് തന്നെയാണ്. നല്ല തിരക്കാണല്ലോ ഇവിടുന്ന്. അൺറിസർവ്ഡിലാണ് കൂടുതലും. ട്രെയിൻ ഇപ്പോൾ ഗോവയിലെത്തി. ഗോവയിലെ കാൺകോൺ സ്റ്റേഷൻ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ക്രോസിംഗ് ആണ് ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള ലക്ഷദ്വീപ്. അതിപ്പോൾ വരും. ഇപ്പോൾ ചെറുതായിട്ട് മഴ കുറഞ്ഞിട്ടുണ്ട്. വണ്ടി ഇവിടെ എത്താനായി. ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല കേട്ടാ. കാൺകോൺ എന്നാണോ അതോ ഇനിയിപ്പോൾ കണക്കോണെന്നാണോ എന്ന് അറിയില്ല. കറക്റ്റായിട്ട് എങ്ങനെയാണ് പറയാന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും ഇന്നലെ രാവിലെയാണ് ഈ വണ്ടി പുറപ്പെട്ടത്. നാളെ രാവിലെ ഇത് എറണാകുളത്തെത്തും. കർണാടകയിലെ മംഗളൂരുവിൽ നിന്നും 318 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ഗോവയിലെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 7:53 ആയിപ്പോൾ. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഗോവയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഇത് തന്നെയാണ്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഈ വണ്ടി നമ്മുടെ ഈ കോച്ചിലെത്തുന്ന ആൾക്കാർ കയറി ഇവിടെ തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഇതാണ്. ഇവിടെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി രത്നഗിരി വഴിയാണ് പോവുക. നാളെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഈ വണ്ടി മുംബൈ ലോക്മാന്യത്തിലെത്തും. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇതാണ്. സ്റ്റേഷന്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ റെന്റ് ബൈക്ക് വേണോ, കാറ് വേണോ, ടാക്സി വേണോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരും. ഈ ഭാഗത്താണ് പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറൊക്കെ വരുന്നത്. ഞങ്ങൾ ഇന്ന് മഡ്ഗാവിൽ താമസിക്കുന്നുണ്ട്. റെയിൽവേന്റെ റിട്ടയറിംഗ് റൂമിൽ ഞങ്ങൾ ഡോർമെട്രി ആണ് ബുക്ക് ചെയ്തത്. ഈ ഡോർമെട്രീന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ 9 മണിക്കൂർ നേരത്തേക്കാണ് എടുത്തത്. ഒരാൾക്ക് 450 രൂപയാണ് ആയത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ, അതായത്
ഫസ്റ്റ് ഫ്ലോറിലാണ് ഡോർമെട്രിയും റിട്ടയർ റൂംസൊക്കെ വരുന്നത്. ഡോർമെട്രി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് തവണ ഇവിടെ മഡ്ഗാവിൽ വന്ന് താമസിച്ചാണ്. പ്രൈവസി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാത്രി ഇനിയിപ്പോൾ ഇവിടെ കിടന്നുറങ്ങി നാളെ രാവിലെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. മത്സ്യഗന്ധ എക്സ്പ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് മഴയൊക്കെ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ മഴയൊന്നും കിട്ടിയില്ല അല്ലേ. ഈ ഒരു കൊങ്കൺ റെയിൽവേ വഴി യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല മഴയായാലും പണി കിട്ടും. അതായത് ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ച സമയത്തൊന്നും ഈ ട്രെയിൻ എത്തൂല. നാട്ടിലേക്ക് വരുന്ന നേത്രാവതിന്റെ കാര്യം കണ്ടില്ലേ, തീർച്ചയായും അവസ്ഥയാണ്. ഇനിയിപ്പോ ഞങ്ങൾ പോകുന്ന നേരെ നാളെ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലേക്കാണ്. ഇപ്പൊ എന്താ പറയാ, രത്നഗിരിയിലേക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിലേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ബൈ ബൈ.